യഥാർത്ഥത്തിൽ ഈ മോദി ഗവൺമെന്റ് കീഴിൽ നടക്കുന്നത് പരീക്ഷകളല്ല, മറിച്ച് പരീക്ഷണങ്ങളാണ്. ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ചുള്ള പരീക്ഷണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ ഇങ്ങനെ ഒരുമാതിരി BJP-യുടെ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന ക്യാപ്സ്യൂൾ എടുത്ത് തോന്നിവാസം വിളിച്ചു പറഞ്ഞാൽ മുഹമ്മദ് ഷമ്മാസ് മോദി നേരിട്ട് മറുപടി പറയേണ്ട കാര്യമൊന്നും അല്ല ഇത് എന്ന് പറയുന്നു അദ്ദേഹം. എന്ന് മാത്രമല്ല, അങ്ങനെ ആളുകൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കേണ്ട കാര്യമാണല്ലോ. അതിനെല്ലാം ആളുകളെ ഫിക്സ് ചെയ്തിട്ട് ശിക്ഷിക്കുന്നുണ്ടെന്ന് അല്ല. ഇവിടെ നിഷാദ്, ഈ പറയപ്പെട്ട NDAയുടെ പ്രതിനിധിയായി ചർച്ചയിലിരിക്കുന്ന ശ്രീ C സതീശന്റെ പ്രയാസത്തെ വളരെ കൗതുകത്തോടുകൂടി തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം ഈ രാജ്യത്തെ 23 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രതിസന്ധി. എനിക്ക് അല്പം പ്രയാസമുണ്ട്, ഞാനത് പറയാം. അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾക്ക് ബോധ്യപ്പെടും. ഈ പറഞ്ഞ 23 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വലിയ ഗുരുതരമായൊരു പ്രതിസന്ധി രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുമ്പോൾ പ്രധാനമന്ത്രി പോട്ടെ, അദ്ദേഹത്തിൻ്റെ വാദം ശരിവെക്കാം. ഇനി പ്രധാനമന്ത്രി ഇതിനകത്തൊന്നും അഭിപ്രായം പറയേണ്ട ആളല്ല, അദ്ദേഹത്തിന് വേറെ പണിയുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇതേക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഏത് ഘട്ടത്തിലാണ് സംസാരിച്ചത്? ഏറ്റവും ഒടുവിൽ CBSE-യുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ അദ്ദേഹം വന്ന് മാപ്പും പറഞ്ഞിട്ട് അദ്ദേഹം പോയി. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഈ C സതീശനെ പോലുള്ള ആളുകൾ വന്നിട്ട് എന്താ പറയുന്നത്? സമഗ്രമായ അന്വേഷണം, സമിതിയുടെ റിപ്പോർട്ട്, സാങ്കേതിക വിദ്യയുടെ അപാകത, വിദ്യാഭ്യാസ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് പോകാൻ കഴിയുന്ന ഒരു കാര്യമാണോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. 2024 അതീവ ഗുരുതരമായ രീതിയിൽ സമാനമായ സംഭവം ആവർത്തിക്കുന്നു, ഒരു സംഭവം ഉണ്ടാകുന്നു. അത് വീണ്ടും ഈ 2026 ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ, മുൻപ് ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഇത് വിൽപ്പനയ്ക്ക് വെച്ചതാണെങ്കിൽ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ചോർന്നത് അതിൻ്റെ മറ്റ് വ്യത്യസ്ത തലങ്ങളിൽ നിന്നാണെങ്കിൽ ഇന്നിപ്പോൾ അതിൻ്റെ ഉറവിടം എവിടെയാണ്? ഈ വേലി തന്നെ വിളവ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ആ രീതിയിലേക്ക് ഇതൊക്കെ കാത്ത് സംരക്ഷിക്കാൻ വേണ്ടി, ഇതൊക്കെ സുതാര്യമായി നടപ്പിലാക്കാൻ വേണ്ടി വിശ്വസതയോടുകൂടി ഏൽപ്പിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന NTA എന്ന് പറയുന്ന സംവിധാനം പോലും ഇന്ന് പ്രതിരോധത്തിലായി നിൽക്കുന്ന, ചോദ്യമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. അവിടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു ഉത്തരവില്ല. അവിടെ ഈ പറഞ്ഞ നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ മറ്റ് രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചും ഇതിൻ്റെ മറ്റ് ചില താല്പര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച കൊണ്ടുവരാനാണ് ഈ ഭരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള നേതൃത്വം നൽകുന്നത്. ഈ പറഞ്ഞ 23 ലക്ഷം വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരികയാണ്. അവരുടെ മാനസിക നിലയെ, അവർ അനുഭവിക്കുന്ന വേദന, അവരുടെ രക്ഷിതാക്കളുടെ ആശങ്കകൾക്കൊക്കെ ഈ പറഞ്ഞ ആര് മറുപടി പറയും? ഈ രാജ്യത്ത് സുപ്രീം കോടതി ഉൾപ്പെടെ ഇടപെട്ടിട്ടല്ലേ ഇങ്ങനൊരു അന്വേഷണത്തിലേക്കും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കും കടക്കേണ്ടി വരുന്നത്? അല്ലാതെ എന്തെങ്കിലും സ്വമേധയാ കണ്ടുപിടിച്ചൊരു തീരുമാനത്തിലേക്ക്, ഒരു നടപടിയിലേക്ക് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് പോയോ? എന്നിട്ട് എന്താ ഉണ്ടായത്? ഈ സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ഇവർ പഴിചാരുന്നത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏതാനും ചില കോച്ചിങ് സെന്ററുകളാണ്, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ പിഴവാണെന്നൊക്കെ പറഞ്ഞ് അധ്യാപകരുടെ നോട്ടപ്പശകാണ്, അല്ലെങ്കിൽ അവർക്കുള്ള ആവശ്യമായൊരു പരിശീലനം ഇല്ലാത്തതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പഴിചാരി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. ഇന്ന് അവസാനത്തെ സംഭവമാണോ? ഇതിനു മുമ്പ് ആദ്യത്തെ സംഭവമാണ് ഇത്? എത്രയോ തവണ നമ്മൾ ഇതേ സമാനമായ വിഷയം, നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു, നെറ്റ് ചോർന്നു, ഇപ്പോൾ CBSE-യുടെ കാര്യം ഇങ്ങനെ കിടക്കുന്നു. ഇതെല്ലാം കൃത്യമായി ഓരോ ഇത് പരീക്ഷകളല്ല നടക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ നിരവധിയായ മത്സര പരീക്ഷകൾ അഭിമുഖീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മോദി ഗവൺമെന്റ് കീഴിൽ നടക്കുന്നത് പരീക്ഷകളല്ല, മറിച്ച് പരീക്ഷണങ്ങളാണ്. ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ചുള്ള പരീക്ഷണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് വേണ്ടത്ര പഠനവും ഈ പറഞ്ഞ പരിശീലനവും നടപ്പിലാക്കാതെ ഈ രീതിയിലുള്ള ഒരു മാർക്കിംഗ് സിസ്റ്റത്തിലേക്ക്, മൂല്യനിർണ്ണയത്തിലേക്ക് കടക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്? അതിനെ ഏൽപ്പിച്ചിട്ടുള്ളത് ആരെയാണ്? വളരെ ഗുരുതരമായ ചില വിഷയങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി പുറത്തു വരേണ്ടതുണ്ട്. ഈ മൂല്യനിർണ്ണയത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്വകാര്യ കമ്പനി ഏതാണ്? ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില ഈ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ബന്ധം എന്താണ്? എന്ത് ക്രെഡിബിലിറ്റി അടിസ്ഥാനത്തിലാണ് അത്തരം ആളുകളെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്? നിങ്ങൾക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കും. ഇതൊക്കെ വിൽപ്പന കച്ചവട ചരക്കാക്കി ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി കഴിയുമായിരിക്കും. ഇത് പറയുമ്പോൾ, ചൂണ്ടിക്കാണിക്കുമ്പോൾ, അത് ഉയർത്തി കാണിക്കുമ്പോൾ പറയാണ് ഇത് ഇന്നൊന്നും അല്ലല്ലോ, ഇത് മുമ്പ് നടന്നിട്ടില്ല എന്ന് പറയാണ്. എവിടെയാണ് ഈ രീതിയിലേക്ക് രാജ്യം നേരിടുന്ന വലിയ ഇത്രയധികം വിദ്യാർത്ഥികൾ രാജ്യം ഒന്നാകെ എഴുതുന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സാഹചര്യം മുമ്പുണ്ടായിട്ടുള്ളത്? അദ്ദേഹം പറയാണ് കേരളത്തിൽ നടന്നിട്ടില്ലേ എന്ന്. ഇങ്ങനെ ഓരോ ഈ വളരെ ഗുരുതരമായ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ അന്നുണ്ടായിട്ടില്ല, ഇങ്ങനെ ഉണ്ടായിട്ടില്ല, അവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരല്പം, 1% ഉളുപ്പ് അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അത് തെറ്റായിപ്പോയി എന്നെങ്കിലും സമ്മതിക്കാൻ തയ്യാറാകണ്ടേ? അത് വീഴ്ച പറ്റി, അത് അംഗീകരിക്കാൻ തയ്യാറാകണ്ടേ? അല്ലാതെ ഈ പറഞ്ഞ പൊതുസമൂഹത്തെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയൊക്കെ കൊഞ്ഞനം കുത്തുന്ന രീതിയിലേക്കുള്ള സമീപനം സ്വീകരിച്ചിട്ടാണോ മുന്നോട്ട് പോകേണ്ടത്? ഇവിടെ വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു. അതിന് പരിഹാര മാർഗങ്ങൾ എന്ത് എന്ന് നിർദ്ദേശിക്കുന്ന ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ തേടണ്ടേ? പ്രതിപക്ഷം ഉൾപ്പെടെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്?
അദ്ദേഹം മാസത്തിൽ പകുതി ദിവസവും വിദേശത്താണ് അല്ലെങ്കിൽ പുറത്ത്. എന്ത് മര്യാദകളാണ് സംസാരിക്കുന്നത്? ഈ രാജ്യത്തിന് നീറ്റ് വിഷയം ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് പൊതുസമൂഹത്തിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളതുമായി സംസാരിച്ച് എന്ത് അടിസ്ഥാനത്തിൽ താങ്കൾ പറയുന്നത്? ഈ പറഞ്ഞ നരേന്ദ്രമോദി നടത്തിയ വിദേശയാത്രയുടെ കണക്ക് പറയണോ? താങ്കൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എത്രയോ തവണ കേരളത്തിൽ വരുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ വിവിധ വിഷയങ്ങളിൽ ഇടപെടുന്നു. ഈ പറഞ്ഞ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളോട് ഉൾപ്പെടെ ഏറ്റവും അടുത്ത ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതൊന്നും താങ്കൾ കാണാത്തതിന് താങ്കൾ ഇങ്ങനെ ഒരുമാതിരി BJP-യുടെ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന ക്യാപ്സ്യൂൾ എടുത്ത് തോന്നിവാസം വിളിച്ചു പറഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അദ്ദേഹം വിദേശത്ത് പോകുന്നുണ്ടെന്നേ, ശരിയല്ലേ? ഓരോ തെരഞ്ഞെടുപ്പും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം വിദേശത്ത് പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ കൃത്യമായി നിങ്ങൾ ഈ പറഞ്ഞ മോദിയുടെ പോലെ മുട്ടായി കൊടുക്കാനല്ല പോകുന്നത്. മോദി കൊടുക്കുന്ന പോലെ മുട്ടായി കൊടുത്ത് സോപ്പിടാനല്ല പോകുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി രാജ്യത്തെ ഈ ലോകത്തെ വിവിധ സർവകലാശാലകളിൽ ഉന്നതമായ സർവകലാശാലകളിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ, അവരുമായി ആശയവിനിമയം നടത്താൻ, ഈ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ ഉൾപ്പെടെ ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പുരോഗതികൾ ഉൾപ്പെടെ അദ്ദേഹം മനസ്സിലാക്കുന്നതിനും പങ്കിടുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോകുമ്പോൾ നിങ്ങളെപ്പോലെ ഇവിടെ പോയി ഈ പറഞ്ഞ ഫ്രണ്ടിന്റെ കൂടെ ട്രംപിന്റെ കൂടെയൊക്കെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് മുട്ടായി കൊടുത്ത് മറ്റേ ഈ സോപ്പിട്ട് നടക്കുന്ന പരിപാടിയല്ല നടക്കുന്നത്. നിങ്ങളുടെ പണി അതാണെന്ന് വെച്ചിട്ട് അതിനെ അങ്ങ് പൊതുവൽക്കരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഈ വിഷയമൊക്കെ പറയുമ്പോൾ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവാക്കളും നേരിടുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ അതിനെയൊക്കെ ഇത്തരം ചില പുകമറകൾ പറഞ്ഞ് ഈ പ്രചരണങ്ങൾ കൊണ്ട് തടുത്താൻ നോക്കും. ഈ രാജ്യത്തെ യുവാക്കൾ മുഴുവൻ ഒരു അധിക്ഷേപ പരാമർശത്തിന്റെ പേരിൽ ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? താങ്കൾക്ക് ഈ വിഷയത്തിൽ ഒരു മിനിമം മര്യാദയെങ്കിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥികൾ നാളെ വീണ്ടും പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നു. എന്തേ നിങ്ങൾ ഈ പറഞ്ഞ ആ യുവാക്കളുടെ പ്രതികരണ ശേഷിയും ഇതൊക്കെ നിങ്ങൾ എക്സ് അക്കൗണ്ട് പൂട്ടിയത് കൊണ്ടും നിങ്ങൾ അവരെ പാർട്ടിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ അവഗണിച്ചുകൊണ്ടൊന്നും ഈ രാജ്യത്തിന്റെ യുവശക്തിയെ നിങ്ങൾക്ക് തടുത്തു നിർത്താൻ വേണ്ടി കഴിയില്ല. ഈ മോദി സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയ തോന്നിയവാസം നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം തുടങ്ങി നിങ്ങൾ ഇപ്പൊ ഇതിന്റെ എല്ലാ തരത്തിലുള്ള ഗുണനിലവാരത്തെയും ഈ വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസം പോയിട്ട് ഈ സാധാരണ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ പേരും ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിയോജിപ്പ് അവർ രേഖപ്പെടുത്തുന്നതല്ലേ? കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കാണുന്ന 22 മില്യൺ ആളുകളുടെ പിന്തുണ. അവർ തെരുവിലിറങ്ങി വരണമൊന്നുമില്ല. എല്ലാ തരത്തിലുള്ള പ്രതിഷേധവും തെരുവിലിറങ്ങി വന്ന് കൗണ്ട് കാണിക്കുക എന്നുള്ളതല്ലല്ലോ. 22 മില്യൺ ആളുകൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആന്റി BJP മൂവ്മെന്റിനെ പിന്തുണയ്ക്കുന്നു. അതിലേറ്റവും കൂടുതൽ വിദ്യാർത്ഥികളാണ്, ജൻസിയാണ്. എന്ന് വെച്ചാൽ ഈ സർക്കാരിൻ്റെ സമീപനത്തോട് ജനങ്ങൾക്ക് ആ നിലയ്ക്കുള്ള വിരോധമുണ്ട് എന്നല്ലേ അതിനർത്ഥം? അത് കാണണ്ടേ? സത്യത്തിൽ അത് കണ്ട് പേടിച്ചിട്ടല്ലേ അതിൻ്റെ എല്ലാ അക്കൗണ്ടും പൂട്ടാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഇതൊക്കെ ഒരു സ്വാഭാവികമായ പിഴവാണ്, ജനങ്ങൾ പുറത്തോളുന്നത്. ജനം പൊറുക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ കഴിഞ്ഞ ദിവസം കൊച്ചി മറൈൻ ഡ്രൈവിൽ അവരുടെ മീറ്റിംഗ് വെച്ചിട്ട് ഒരാൾ വന്നോ? ഈ കഴിഞ്ഞ ദിവസം ഈ കൊച്ചി മറൈൻ ഡ്രൈവിലെ അവരൊരു മീറ്റിംഗ് വെച്ചിട്ട് ആര് വന്നു അവിടെ? അല്ല, അത് ആരോ പ്രഖ്യാപിച്ചാണ്. അതൊരു സംഘടനാ നിലയ്ക്കൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഒരു സംഘടന എന്ന നിലയ്ക്ക് ദേശീയ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ള പരിപാടിയല്ല. നിങ്ങൾ ബാഹ്യശക്തികളുണ്ട് നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. നിങ്ങൾ കർഷക സമരം നടന്നപ്പോഴും തന്നെ പറഞ്ഞു. അവസാനം നിങ്ങൾ കർഷക സമരത്തിന് പോയി മുട്ടുകുത്തിയവരാണ്. നിങ്ങൾ സ്ഥിരം പറയുന്ന പരിപാടിയാണ്. നിങ്ങൾ എല്ലാത്തിനോടും പറഞ്ഞാണ് ബാഹ്യശക്തികൾ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്ക്, കർഷക സമരം നടക്കുമ്പോൾ അത് ബാഹ്യശക്തികളാണ്, വിദേശ ടൂൾ കിറ്റ് ആണെന്ന് പറഞ്ഞ് പരമാവധി നിങ്ങൾ ശ്രമിച്ചു നോക്കിയതല്ലേ? അവസാനം 1.25 വർഷം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി സർവാത്മന കുമ്പിട്ട് 3 ബില്ലും പിൻവലിച്ചു. അങ്ങനെയാണ് വിദേശ ശക്തികൾ നടത്തിയ ഒരു സമരത്തോടെ എന്തിനാണ് സർക്കാർ കോംപ്രമൈസ് ചെയ്തത്? അപ്പൊ അത് നിങ്ങൾ എല്ലാത്തിനോടും പറയുന്നതാണ്. അതൊരു കാര്യമൊന്നും എനിക്ക് തോന്നില്ല. ഞാൻ പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ 3 ബില്ലും പിൻവലിച്ചിട്ടില്ല. നമ്മൾ പിന്നെ എന്താണ് ഈ വസ്തുതകളെ വെച്ചിട്ടുള്ള 3 ബില്ല് പിൻവലിച്ചില്ല. 3 ബില്ല് പിൻവലിച്ചില്ല, ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ശരി, അപ്പോൾ കർഷക ബില്ല് പിൻവലിച്ചോ ഇല്ലയോ എന്ന് താങ്കൾക്ക് ഗൂഗിൾ ചെയ്യാനുള്ള സമയം ഞാൻ തരുന്നിട്ട് ഇടവേള എടുക്കുകയാണ്. ഷമ്മാസ്, അങ്ങനെ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ സംസാരിച്ച വിഷയം എന്താണ്? ഒരു പ്ലാൻ, ഡിസൈൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു സംഗതിയാണ്. വിദ്യാഭ്യാസ മേഖല അതിപ്രധാനമാണ്. ഇപ്പോൾ ലോകത്ത് ഇവിടുന്ന് പലായനം ചെയ്യുന്നവരുടെ കണക്കെടുത്ത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ പലായനം ചെയ്തവരുടെ 3-4 ഇരട്ടി കുട്ടികൾ ഇപ്പോൾ പലായനം ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ളതാണ് യാഥാർത്ഥ്യം. മെഡിക്കൽ പഠനത്തിനാണെങ്കിലും എഞ്ചിനീയറിംഗ് പഠനത്തിനായാലും ഗവേഷണത്തിനായാലും എല്ലാം ഇന്ത്യയെക്കാളും മികച്ച ഓപ്ഷൻസ് ഇന്ന് ലോകത്ത് മറ്റു പല രാജ്യങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.
ഇവിടെയാണെങ്കിൽ നമ്മുടെ GDP-യുടെ 6% നേരത്തെ നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ 4 മാത്രമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്തിന്? വിദ്യാഭ്യാസത്തിന്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവകലാശാലയിൽ പലതിലും ഈ ഫാക്കൽറ്റീസിൻ്റെ പദവികൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. സർക്കാർ അവിടെ നിയമനം നടത്തുന്നില്ല എന്ന് കാണേണ്ട കാര്യമാണ്. സർവകലാശാലകളിൽ ആരൊക്കെയോ കൊണ്ടും തലപ്പത്ത് നിയമിക്കുന്നുള്ള പ്രശ്നമുണ്ട്. പരീക്ഷകൾ ഈ നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസം MBBS പോലും ഹിന്ദിയിലാക്കണമെന്ന ശാഠ്യവുമായിട്ട് ഗവൺമെൻറ് ഒരു വശത്ത് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതില്ല, അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു നയത്തിൻ്റെ പ്രശ്നമാണോ മൊത്തത്തിൽ നമ്മൾ കാണുന്നത് ഷമ്മാസ്? അല്ല, ഇവിടെ അങ്ങനെ ചില കാഴ്ചപ്പാടും ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചുണ്ടോ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പക്ഷെ നമുക്ക് തന്നെ ഇവിടെ കേരളത്തിലെ ഒരു സാഹചര്യം തന്നെ എടുത്താൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എത്രയധികം വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനാണെങ്കിലും മറ്റ് വിദ്യാഭ്യാസവും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കാണെങ്കിൽ എത്രയോ വിദ്യാർത്ഥികൾ ഈ സമീപ വർഷങ്ങളിലായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന വിദേശത്ത് പഠിക്കുന്നു എന്ന് പറയുന്നത് കുറച്ചുകൂടി മുൻകാലങ്ങളിൽ പഴയ കാലഘട്ടത്തിൽ നിന്ന് സമാനമായി തന്നെ വലിയ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറി എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ രീതിയിൽ പലതരത്തിലുള്ള കാരണങ്ങൾക്കുണ്ട്. അത് സിലബസ് പരിഷ്കരണം മുതൽ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന പലതരത്തിലുള്ള പോളിസി മാറ്റേഴ്സിൽ ഉൾപ്പെടെ ചില പ്രത്യേക അജണ്ടകൾ ഉൾപ്പെടെ കയറ്റിവിടാനുള്ള ശ്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള നിലവാര തകർച്ച എന്ന് തന്നെയാണ് അടിസ്ഥാനപരമായി ഈ ചേക്കേറുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൈഗ്രേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനത്തിന് കഴിയുന്നില്ല. അവർ ഈ പറഞ്ഞതുപോലെ അതിന് പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇല്ലാഞ്ഞിട്ടല്ല, അതിനാവശ്യമായ വിഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ലഭിക്കാഞ്ഞിട്ടല്ല, അതിനനുസരിച്ചുള്ള ഒരു ഗൗരവമോ പ്രാധാന്യമോ ഈ രാജ്യം ഭരിക്കുന്ന അതിന് ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെട്ട ആളുകൾ നൽകുന്നില്ല എന്നുള്ളതാണ്. അവിടെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പറയപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലയൊക്കെ ചില പ്രത്യേക താല്പര്യങ്ങളും അജണ്ടകളും നടപ്പിലാക്കാൻ, ചില പ്രത്യേക കാഴ്ചപ്പാടുള്ള ആളുകളെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു കേന്ദ്രമായി സർവകലാശാലകളെയും ഉന്നതമായ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മാറ്റുന്നു. പരീക്ഷകൾ പോലും ഇത്രയും നിരുത്തരപരവാദമായി നടത്തുന്നു. അതിൻ്റെയൊക്കെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ പരിഹസിക്കുന്നു. നമുക്കറിയാം നിഷ, നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾ. നമ്മൾ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മുടെ രക്ഷിതാക്കൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ജോലി സംബന്ധമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒരു കുറവും വരുത്താത്ത രക്ഷിതാക്കളാണ് നമ്മുടെ രക്ഷിതാക്കൾ. എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടാണെങ്കിലും എത്ര വേർപ്പൊഴുക്കിയിട്ടാണെങ്കിലും അവർ അന്നത്തെ തങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് പോലും നീക്കിയിരിപ്പ് വെച്ച് ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു രക്ഷിതാക്കളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ആ രക്ഷിതാക്കളുടെ നെഞ്ചിലേക്കാണ് ഈ പറഞ്ഞ ഈ സംഭവങ്ങൾ ചെന്ന് തറക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന മാനസികാരോഗ്യം എന്ന് പറയുന്ന വിദ്യാർത്ഥി യുവതലമുറ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ജൻസി തലമുറയുടെ കാലത്ത് അവർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയും ഈ പറയുന്ന മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടാണ്. ആ മാനസികാരോഗ്യ നിലയെപ്പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക്, അവരുടെ ആ ഒരു അവസ്ഥയെപ്പോലും വളരെ പ്രയാസകരമാകുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ പരീക്ഷകൾ മാറ്റിവെക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ നിലവാരത്തെയും മറ്റേ നീറ്റ് പരീക്ഷയിൽ രണ്ടാമത് എഴുതി പാസ്സായതല്ലേ, അല്ലെങ്കിൽ അങ്ങനെ അഡ്മിഷൻ കിട്ടിയതല്ലേ എന്നൊക്കെ ചോദ്യം ചെയ്യുന്നത്, റീവാലുവേഷനിൽ തട്ടിക്കൂട്ട് മാർക്കറ്റിൽ പാസ്സായി വന്നതല്ലേ, അങ്ങനെയൊക്കെ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു തലമുറയാണ് ഈ പറഞ്ഞ സംവിധാനങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന അതിദയനീയമായൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനാരെയാണ് നമുക്ക് കുറ്റപ്പെടുത്താൻ? ഭരണത്തിലിരിക്കുന്ന ആളുകളല്ലാതെ ഈ പറഞ്ഞ വിദേശത്തുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളെ, മോദിയുടെ സുഹൃത്തായ ട്രംപിനെയോ മറ്റ് ലോകരാജ്യത്തെ ഭരണാധികാരികളോ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഈ സംസ്ഥാനത്തിനകത്തൊരു വിദ്യാഭ്യാസ മേഖല ഒരു പോരായ്മ ഉണ്ടായാൽ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വേറെ ആരും മിണ്ടുന്നില്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മിണ്ടാനില്ലെങ്കിൽ അത് ചോദിക്കില്ലേ? അത് നിഷാദ് ഉൾപ്പെടെ ഇവിടെ ഇപ്പം മാധ്യമങ്ങളായാലും പൊതുസമൂഹമായാലും ചോദിക്കുമ്പോൾ പ്രധാനമന്ത്രി ഇതിനൊന്നും മിണ്ടേണ്ട ആളല്ല, അദ്ദേഹത്തിന് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലോ നമ്മളതിന് മറുപടി പറയേണ്ടത്. കാതലായ ചില പ്രശ്നങ്ങളുണ്ട്, അത് കണ്ടെത്തി അതിന് പരിഹാരം കാണുക എന്നുള്ളതാണല്ലോ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ നീറ്റ് പരീക്ഷാ സമ്പ്രദായം. അതിന് ഉടച്ചു വാർക്കൽ അനിവാര്യമാണെങ്കിൽ അത് ചെയ്യണമെന്നേ. ഏതെങ്കിലും രീതിയിലൊരു കേന്ദ്രീകൃത പരീക്ഷാ സംവിധാനത്തിൽ നിന്ന് മാറി മറ്റ് വെയിറ്റേജുകൾ നൽകപ്പെടുന്ന രീതിയിലേക്ക്, ഈ പരീക്ഷ എന്ന എൻട്രൻസ് പരീക്ഷ എന്ന രീതിയിലേക്ക് മാത്രമുള്ളൊരു വെയിറ്റേജിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ അഭിരുചിയും മറ്റ് കാര്യങ്ങളും, അത് ഏതെങ്കിലും തരത്തിൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഘട്ടത്തിനപ്പുറത്തേക്ക് ഹൈസ്കൂൾ തലം മുതലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യത്യസ്ത തലത്തിൽ അത് പരിപോഷിപ്പിച്ചെടുത്തത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വെയിറ്റേജുകൾ നൽകി വിദ്യാർത്ഥികളെ ശരിയായ ദിശയിൽ നയിക്കുന്നതിനുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ വിമർശനങ്ങളെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള അസഹിഷ്ണുത വെച്ച് പുലർത്തി മുന്നോട്ട് പോകും തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിൽ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. സിലബസ് സംബന്ധിച്ച വിഷയങ്ങളും
ഈ പറഞ്ഞ പരീക്ഷാ സെന്ററുകൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന പുതിയ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗപ്പെടുത്തി ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം അഭിപ്രായങ്ങൾ തേടി അത് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഒരു പരിഹാര ഫോർമുലയായി നമ്മൾ